ഒരു വീട്ടില് 5 സ്ഥലങ്ങളിൽ വീട്ടില് എഴുതി വെച്ചോളി, പഠിച്ചു വെച്ചോളി, ഓർത്തു വെച്ചോളി. ഒരു വീട്ടിൽ 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 സ്ഥലങ്ങളിൽ ഒരു വീട്ടില്, സഹോദരിമാരൊക്കെ ഓർത്തു വെച്ചോളി, 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഇരിപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ 5 സ്ഥലങ്ങളിൽ. ഒന്ന് എവിടെന്നറിയോ? ഒരു മാറ്റം ഉണ്ടാവണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തേത് അൽ ഫിറാശുല്ലദീ ലാ യനാമു അലൈഹി അഹദുൻ ലിമുദ്ദത്തിൻ തവീല എന്ന് പറഞ്ഞാൽ ആരും കിടക്കാതെ നിവർത്തിയിട്ടിരിക്കുന്ന വിരിപ്പ് എന്ന് പറഞ്ഞാൽ ആരും അതിൽ കിടക്കാറില്ല. ഒരു വിരിപ്പ്, ഒരു റൂം വെറുതെ ഇട്ടിരിക്കുകയാണ്, അതിൽ മറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അവിടെ ശൈത്താൻ കിടന്നുറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഫിറാശുൽ റജുലി വഫിറാശുൽ അഹ്ലിഹി വസാലിസുൽ ലൈഫി വറാബിഉ ലിശൈത്താനി. നബി മുഹമ്മദ് മുസ്തഫ. എത്ര പേരുണ്ട് വീട്ടില്? ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഉസ്താദേ. എത്ര റൂമുണ്ട്? 9 റൂം. 1 നിനക്ക്, 1 നിന്റെ ഭാര്യയ്ക്ക്, പിന്നെ ആരെങ്കിലും വന്നാൽ ഒരു അതിഥിക്ക്, ബാക്കി 6 ശൈത്താൻ. ഇഷ്ടം പോലെ വെച്ചിട്ടോളി. ഇത് ഞാൻ പറഞ്ഞതല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. ഉപയോഗശൂന്യമായ വീട്ടിന്റെ റൂമുകൾ ഉണ്ടല്ലോ, ആ റൂം വെറുതെ നിവർത്തിയിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ ശൈത്താൻ ചുരുണ്ടുകൂടി കിടക്കുമെന്ന് മുഖ്ബിറെ സാദിഖ് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് കടന്നു വരാത്ത നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിടക്കുമ്പോൾ, നേരം വെളുത്ത് നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? മെത്ത മടക്കി വെക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, കട്ടിൽ മടക്കി വെക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്തെന്നറിയോ? അതിന്റെ മീതെ വിരിക്കുന്ന വിരിപ്പുണ്ടല്ലോ, മടക്കി നമ്മൾ മാറ്റിവെക്കുക. രാത്രി കിടക്കാൻ നേരത്തെ അതെടുത്ത് കൊടയുക, എന്നിട്ട് ഒന്നുകൂടി വിരിച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് കിടക്കാൻ. ഇല്ലെങ്കിൽ ശൈത്താന് വീട്ടിൽ വരുന്ന ഒന്നാമത്തെ സ്ഥലം അതാ. ഇനി രണ്ടാമത്തെ സ്ഥലം ഏതെന്നറിയോ? അസിയാബുൽ മുഅല്ലഖതി ലിഫിത്രത്തിൻ തവീലത്തിൻ ദൂന ലിബ്സിഹാ. രണ്ടാമത് ഉപയോഗശൂന്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന ഡ്രസ്സിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഉത്തൂസിയാബക്കും, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ അടുക്കി വെക്കണേ, മടക്കി വെക്കണേ, ചുരുട്ടി വെക്കണേ. ഫൈന ശൈത്താന യസ്കുരു കുല്ല സിയാബിൻ മൻസൂറാ. വെറുതെ വലിച്ചെറിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ ശൈത്താൻ കിടന്നുറങ്ങുമെന്നാ. ഈ ഉസ്താദിന്റെ വഴല് കേട്ടു. തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് മഫ്ത ഊരി ഒരു സ്ഥലത്തെറിഞ്ഞു, പർദ ഊരി വേറൊരു സ്ഥലത്തെറിഞ്ഞു. ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാനും മറ്റൊരു പർദ എടുത്തു, മറ്റൊരു ഹിജാബ് എടുത്തു. ഇന്നലെ കൊണ്ടെറിഞ്ഞത് അവിടെ കിടക്കുകയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഇന്നലെ ഇട്ട പർദയിൽ ശൈത്താൻ ഉറങ്ങുന്നുണ്ട്. ഇന്നലെ ഇട്ട ഹിജാബിൽ ശൈത്താൻ കിടന്നുറങ്ങുന്നുണ്ട് മഫ്തയിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ. നിങ്ങൾ ഇട്ട് ഉപയോഗശേഷം നിങ്ങൾക്ക് കഴുകി വെക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മടക്കി വൃത്തിയാക്കി എവിടെയെങ്കിലും ഒതുക്കി വെക്കുക. വലിച്ചെറിയുന്ന വസ്ത്രത്തിൽ ശൈത്താൻ കിടന്നുറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ സ്ഥലമേതെന്നറിയോ? അൽ ഹമാ. അത് വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ബാത്റൂമുകളാണ്, ടോയ്ലറ്റുകളാണ്. ഇഷ്ടംപോലെ ടോയ്ലറ്റ് വെച്ചു കൊടുത്തില്ലേ? ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങിയാൽ അതിനെ ലോക്ക് ചെയ്യണം. കാരണം ശൈത്താന്റെ വീടാണത്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം പബ്ലിക് ടോയ്ലറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. 2 രൂപയും 3 രൂപയും കൊടുത്ത് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലും അതും പല സ്ഥലങ്ങളിലൊക്കെ. മഹാനവറുകൾ നടന്നു പോകുമ്പോ ഒരു പൊതു ബാത്റൂം അദ്ദേഹത്തിന് കയറണമെന്ന് തോന്നി. അദ്ദേഹം ചെന്നപ്പോ കസേര ഇട്ട് മുന്നിലിരിക്കുന്ന ആള് പറഞ്ഞു, കയറണമെങ്കിൽ പൈസ തരണം. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരൊറ്റ കരച്ചില്. അപ്പൊ അയാൾ കരുതി പൈസ ഇല്ല പാവം. അദ്ദേഹം പറഞ്ഞു, പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കയറിക്കോ. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടോ, പൈസ ഇല്ലാത്തത് കൊണ്ട് കരഞ്ഞതല്ല, മറിച്ച് ഇത് ശൈത്താന്റെ വീടാ. ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാരുടെ വീടായ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ കയറാൻ ഞാൻ എത്ര കോടി കൊടുത്താലാ മതിയാവുക?
അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞതാ. ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ മലായിക്കത്തുകളുടെ വീട്ടിൽ കയറുന്നതിന് ഞാൻ എത്ര കോടി കൊടുക്കണം, അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. കക്കൂസിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി, ഇടതുവാല് കാലുകൊണ്ട് കയറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺ പെൺ പിശാചുക്കളുടെ സങ്കേതമാണ് ഇതിനകത്ത്, ഞാൻ അതിൽ നിന്ന് കാവൽ തേടുന്നു അല്ലാ. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നാലാമത്തേത് മുജസ്സമായ ഫോട്ടോ എന്ന് പറഞ്ഞാൽ രൂപങ്ങളുള്ള വീട്. മുജസ്സമായ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രൂപം നമ്മൾ കണ്ടാൽ ആ രൂപം ജീവൻ നൽകുകയാണെങ്കിൽ അത് ജീവിക്കും. അങ്ങനെയുള്ള രൂപങ്ങൾ ശരീരത്തിന്റെ ഈ അരയ്ക്ക് മുകളിലോട്ട് മുഴുവനും ഉണ്ടെങ്കിൽ അത് മുജസ്സമാണ്. കാരണം കാലില്ലെങ്കിലും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. കഴുത്തിന് മുകളിലോട്ട് തല മാത്രമാണെങ്കിൽ അത് മുജസ്സമല്ല. കാരണം എന്താണ്? അതിന് ജിസ്മില്ല. അതിന് ജീവൻ കൊടുത്താലും ജീവൻ വരില്ല. കാരണം ഹാർട്ട് എല്ലാം താഴോട്ടല്ലേ ഇരിക്കുക. സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു, ഫോട്ടോ ഉള്ള വീടാണെങ്കിൽ പോലും അത് മലായിക്കത്തുകൾ കടന്നു വരാത്ത ശൈത്താന്റെ സങ്കേതമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തേത് ശൈത്താനുള്ള സ്ഥലം തീ കത്തിക്കുന്ന സ്ഥലമാണ്. സൂക്ഷിക്കണം. അടുക്കളയിൽ നിൽക്കുന്ന സഹോദരിമാരൊക്കെ ബിസ്മി ചൊല്ലാതെ തീ കത്തിക്കരുത്. കാരണം തീ കൊണ്ടാണ് ശൈത്താനെ സൃഷ്ടിച്ചത്. ശൈത്താന് തീ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ തീ കത്തിക്കുന്ന സ്ഥലത്ത് ശൈത്താന് വരുമെന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ശൈത്താനെ ആരാണോ സംരക്ഷകനാക്കിയിട്ട് പടച്ചവനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത്, അള്ളാഹ് ദിക്റില്ലാത്ത വീടാ, വിശുദ്ധ ഖുർആൻ ഓതാത്ത വീടാ, ജീവിതത്തിൽ അല്ലാഹുവിനെ പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത ആളുകളാ, ആ വീടുകൾ പിശാചിന്റെ സങ്കേതമാണ്. ശൈത്താൻ നമ്മുടെ സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഖദ് ഖസറ ഖുസ്റാനം മുബീനാ, അവന് സ്പഷ്ടമായ വഴികേടിലാണ്, നഷ്ടത്തിലാ. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലും നമസ്കാര സമയത്ത് ശൈത്താൻ വരും. എങ്ങനെയെന്നറിയോ? നിങ്ങൾ പറയും, ഉസ്താദേ എന്റെ അടുത്ത് ശൈത്താന്റെ ഒരു കളിയും നടക്കൂല. ആര് പറഞ്ഞു ശൈത്താൻ നമ്മുടെ അടുത്ത് വരുന്നതിന്റെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയട്ടെ. ഒന്നാമതാകട്ടെ, ബാങ്ക് കൊടുത്താലും നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ മറന്നു പോകും. അത് ശൈത്താന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാ. നമ്മൾ നമസ്കാരത്തിന്റെ വിഷയം മറന്നു പോവുകയാണ്. അവസാനം ബാങ്ക്, അടുത്ത വഖത്തിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ചിന്തിക്കുന്ന, പടച്ചോനെ ഞാൻ മഗ്രിബ് നിസ്കരിച്ചില്ലല്ലോ, ഞാൻ ളുഹർ നിസ്കരിച്ചില്ലല്ലോ, ഞാൻ അസർ നിസ്കരിച്ചില്ലല്ലോ. ഈ മറതി ആരുടെ ഭാഗത്തു നിന്നാ? അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നാ. ചില ആളുകൾ ശൈത്താനോട് പോരാടിയിട്ട് ആ വിഷയത്തിൽ വിജയിക്കുന്നവരാണ്. എന്നാൽ ശൈത്താന് വിടൂല. രണ്ടാം സ്റ്റെപ്പിലേക്ക് ശൈത്താൻ ഇറങ്ങുകയാ. രണ്ടാം സ്റ്റെപ്പ് ഏതെന്നറിയോ? ശൈത്താൻ അവനോട് പറയുന്നു, എടോ ബാങ്ക് കേട്ടല്ലേ ഉള്ളു, കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാ പോരെ, അള്ളാഹു അവിടെ തന്നെ ഉണ്ടല്ലോ, എന്താ നിനക്ക് ഇത്ര ധൃതി? ബാങ്ക് കേട്ട് തീരട്ട് പിന്നെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് അവനെ നമസ്കാരം പിന്തിപ്പിക്കുകയാണ്. ഇത് ശൈത്താന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇങ്ങനെയും ചില ആളുകളൊക്കെ ഉൾപ്പെട്ടു പോയിട്ടില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിലും ചില ആളുകൾ വിജയിച്ചെന്നിരിക്കും. എന്നാൽ ശൈത്താൻ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയിട്ട് മൂന്നാം സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാ. എന്താണെന്നറിയോ? ഈ മനുഷ്യൻ അതിനെയും അവഗണിച്ചിട്ട് അവ്വൽ തക്ബീറിൽ അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പിശാച് അവന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നീ നിസ്കരിച്ചോ, പക്ഷേ പെട്ടെന്ന് നിസ്കരിച്ചങ്ങ് തീർത്തേക്കണം. ആ സമയത്ത് അവന്റെ റുകൂഇന് ദീർഘനേരമില്ല, അവന്റെ സുജൂദിന് ദൈർഘ്യമില്ല. അവന് കോഴി കൊത്തുന്നത് പോലെ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് സലാം വീട്ടുകയാ. ഇത് ശൈത്താന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. എത്രയോ പേർക്കത് അനുഭവമുള്ളതാ. എന്നാൽ അവിടെയും ശൈത്താനെ പോരാടിയിട്ട് ജീവിക്കാൻ ചില മിടുക്കന്മാർക്ക് കഴിഞ്ഞെന്ന് വരാ. എന്നാൽ ശൈത്താൻ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വീണ്ടും ഇറങ്ങുകയാ. അതില്ലാത്തവരൊരു ഒക്കെ എന്റെ മുന്നിലുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഈ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ ആ വിഷയത്തിൽ പെട്ടുപോയവരാ. അവിടെയും നമ്മൾ റുകൂഉ സുജൂദുമൊക്കെ പൂർത്തീകരിച്ച് ചൊല്ലേണ്ടതെല്ലാം കൃത്യമായി സ്പഷ്ടമായി നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ നമസ്കരിച്ചാ പോലും ശൈത്താൻ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പഴപ്പിക്കുന്നത് എന്തെന്നറിയോ? ആ ശൈത്താൻ നമ്മളോട് ദുനിയാവിന്റെ കാര്യങ്ങൾ മുഴുവനും നമസ്കാരത്തിൽ ഓർമ്മപ്പെടുത്തുകയാ, പാലിന്റെ കണക്ക് ഓർമ്മപ്പെടുത്തുകയാ,
തോന്നുകയാ. ആരൊക്കെയാണ് കല്യാണം വിളിച്ചത് ഓർമ്മ വരികയാ. ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, കിട്ടാനുള്ളത്, ഇനി എന്താണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്, ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് ശൈത്താനാ. അതുകൊണ്ട് ശൈത്താൻ നമ്മുടെ മുന്നിലേക്ക് വരും. ഒരു സംശയം വേണ്ട, ഈ ശൈത്താന് വരുന്നതിന്റെ അടയാളം എന്തെന്നറിയോ? കള്ളു കുടിക്കുന്നവനോട് അരുതെന്ന് പറയുമ്പോൾ, വ്യഭിചരിക്കുന്നവനോട് അരുതെന്ന് പറയുമ്പോൾ, പലിശ വാങ്ങുന്നവനോട് പാടില്ല എന്ന് പറയുമ്പോൾ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, ഇതെല്ലാം അറിയുന്ന ആളായിരിക്കവേ അവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കലാമിലൂടെ പറയുകയാണ്, അവൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം എന്തെന്നറിയോ? ശൈത്താൻ അവൻ ഇതൊക്കെ അഴകാക്കി തോന്നിപ്പിക്കുകയാ. അല്ലാഹ് പറയുന്നു, വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹ് പറയുകയാണ്, വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. സത്യനിഷേധികൾ അല്ലെങ്കിൽ ശൈത്താന്റെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് അഴകായി തന്നെ അള്ളാഹു ശൈത്താൻ തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പൊ അവര് ചെയ്യുന്നതൊക്കെ നല്ലതെന്നാണ് അവര് പറയുന്നത്, അല്ലേ? ചില ആളുകൾ പറയും, നമ്മൾ ചെയ്യുന്നത് എന്താ കുഴപ്പം, നമ്മൾ ചെയ്യുന്ന എന്താ പ്രശ്നം? അത് ആ ഒരു തോന്നലുണ്ടാക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? അവരുടെ അമലുകളെ ശൈത്താൻ കൃത്യമായി അവർക്ക് അഴകാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശൈത്താനെ സംരക്ഷകനാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരാൾ, ذلك هو الخسران المبين فقد خسر خسرانا مبينا. അല്ലാഹ് പറയുന്നു, സ്പഷ്ടമായ നഷ്ടവാളിയാണ്. അവന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? നമ്മൾ പറയും, ശൈത്താനെ നമുക്ക് എന്ത് ചെയ്യാം? പടവെട്ടി വിജയിക്കാം. പറ്റുമോ? പറ്റൂ? ആർക്കെങ്കിലും ഈ ഇരിക്കുന്നവരിൽ ശൈത്താനോട് പടവെട്ടി ജയിക്കാൻ പറ്റുമോ? പറ്റൂല. എത്ര ആരാധനയുള്ള ഇബാദത്തുള്ളവരാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. എന്തുകൊണ്ടെന്നറിയോ? നല്ല വറഉള്ള, നല്ല സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൻ 1000 ആബിദീങ്ങളെക്കാൾ പിശാചിന്റെ മേലെ ശക്തിയുള്ളവനാണത്രേ. 1000 ആബിദീങ്ങളെ ശൈത്താന് പെട്ടെന്ന് കുഴപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരു മുത്തവരിയായ ആലിം എന്ന് പറഞ്ഞാൽ വറഉള്ള, സൂക്ഷ്മതയുള്ള, ഉഖ്റവിയായ ഒരു പണ്ഡിതന്റെ അടുക്കൽ ശൈത്താന് വരാൻ പറ്റൂല. പേടിയാ. 1000 ആബിദീങ്ങളെ പിഴപ്പിക്കാൻ പോയാലും ഒരു ആലിമിന്റെ അടുത്ത് വരൂല. അപ്പൊ ആലിമീങ്ങളൊക്കെ പിഴച്ചു പോയാൽ എന്താ സംഭവിക്കുക? അവൻ മുത്തവരിയായ ആലിമല്ല, അവൻ വറഉള്ള പണ്ഡിതനല്ല. അതെന്നാ കാര്യം? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൈത്താനെ സംരക്ഷകനാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരാൾ, ذلك هو الخسران المبين فقد خسر خسرانا مبينا. അല്ലാഹ് പറയുന്നു, സ്പഷ്ടമായ നഷ്ടവാളിയാണ്. അവന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? നമ്മൾ പറയും, ശൈത്താനെ നമുക്ക് എന്ത് ചെയ്യാം? പടവെട്ടി വിജയിക്കാം. പറ്റുമോ? പറ്റൂ? ആർക്കെങ്കിലും ഈ ഇരിക്കുന്നവരിൽ ശൈത്താനോട് പടവെട്ടി ജയിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ഗുരുവിനോട്, ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു. ശിഷ്യനോട് ഗുരു ചോദിക്കുകയാണ്, ശൈത്താൻ നിന്നെ ഒരു തെറ്റിനെ പ്രേരിപ്പിക്കുമ്പോൾ നീ എന്താ ചെയ്യാ? ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ശൈത്താനോട് പോരാടിയിട്ട്, ഞാൻ അവനോട് ത്യാഗം ചെയ്തെങ്കിലും ഞാൻ അവനോട് പോരാടിയിട്ട് ഞാൻ ആ തെറ്റ് ചെയ്യാതിരിക്കും. ഗുരു ചോദിച്ചു, വീണ്ടും അവൻ നിന്നെ നിർബന്ധിച്ചാലോ? ഞാൻ വീണ്ടും പോരാടും. വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിച്ചാലോ? ഞാൻ വീണ്ടും പോരാടും. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഗുരു പറഞ്ഞു, നീ വലിയ മണ്ടനാടാ, അതിന് നിന്നെ കൊണ്ട് പറ്റില്ല. എന്നിട്ട് അദ്ദേഹം, ആ ഗുരു ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. എന്താ ഉദാഹരണം എന്നറിയോ? നമ്മളൊരു വീട്ടിൽ ചെന്നാൽ, നമ്മളിപ്പോൾ പരിചയമില്ലാത്തൊരു വീട്ടിൽ കല്യാണം വിളിക്കാനോ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിനോ, അല്ലെങ്കിൽ വാളിന്റെ നോട്ടീസ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു പിരിവിനോ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നമ്മളൊരു നാട്ടിൽ ഒരു വീട്ടിൽ പോയി, ആ വീട്ടിന്റെ മുന്നിൽ പട്ടിയുണ്ട്. ആ പട്ടി നമ്മളെ കണ്ടപ്പോഴങ്ങോട്ട് കുരയ്ക്കാൻ തുടങ്ങി. ആ പട്ടി നമ്മളെ കണ്ടപ്പോൾ കുരച്ച് ചാടാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യും? നവാസ് എന്ത് ചെയ്യും? ആരെങ്കിലും പട്ടിയുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ കരാട്ടെ കാണിച്ചുകൊണ്ട് നിൽക്കുമോ? ഓടിച്ചിട്ട് കടിച്ചു കൊല്ലൂലേ പട്ടി? പട്ടിയുടെ മുമ്പിൽ ആരെങ്കിലും മസിൽ ഉരുട്ടി കാണിച്ചു കൊടുക്കുവോ?
ഇല്ല. ബുദ്ധിമാൻ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നുകൊണ്ട് വീട്ടുകാരനെ വിളിക്കും, മുതലാളിയെ വിളിക്കും. ആ വീട്ടുടമയെ വിളിച്ചിട്ട് പറയും, ആ പട്ടിയെ ഒന്ന് പിടിച്ച് കെട്ട്, ആ പട്ടിയെ ഒന്ന് പിടിച്ച് കെട്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ കുരച്ച് ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന പട്ടി മുതലാളി ഇറങ്ങി വന്നിട്ട് ടുൻഡു വിൻഡു എന്നൊക്കെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടി ചെന്നിട്ട് പട്ടി ഇങ്ങനെ അനുസരണയോടെ മുറ്റത്തങ്ങനെ അങ്ങ് കിടക്കും. ഇതല്ലേ ചെയ്യുക? ആ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇതാണ് നീ ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ശൈത്താനോട് ആർക്കും പോരാടാൻ പറ്റൂല. പോരാടാൻ പറ്റുന്ന ആളുകളുണ്ട്. അവരാരെന്നറിയോ? ഒറ്റ കൂട്ടം, ഒരു കൂട്ടം ആളുകളാണ്. അള്ളാഹു നമ്മളെയൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. എത്ര ആരാധനയുള്ള ഇബാദത്തുള്ളവരാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. നമുക്ക് കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഏതാണെന്നറിയോ? ആ ശൈത്താന്റെ യജമാനനായ പടച്ചവനെ വിളിക്കാ. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തിയത്, വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅ്തുമു ശൈത്താന ഇല്ലാ ഖലീലാ. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വളരെ കൃത്യമായി മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്തുൽ ഹജ്ജിലൂടെയാണ് അല്ലാഹ് പറയുന്നത്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇന്ന സാബഹു ഖൈറുൻ മിത്മഅന്ന ബിഹി വഇന്ന സാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അല്ലാഹ് പറയുകയാണ്, വമിനന്നാസ്, ചില ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ചില ആളുകളുണ്ട്. എങ്ങനെയാണ് അല്ലാഹനെ ആരാധിക്കുന്നതെന്നറിയോ? അലാ ഹർഫിന്, അരികിലും ഇബാദത്തെടുക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ, മതിലിന്റെ മുകളിലിരിക്കുന്ന നാളികേരം പോലെ. കാറ്റടിച്ചാൽ ഇവിടെയും വീഴ, കാറ്റടിച്ചാൽ അപ്പുറത്തും വീഴ. അങ്ങനെ അല്ലാഹനെ ഇബാദത്തെടുക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടത്രേ. ഇത് വിശുദ്ധ ഖുർആനിന്റെ വാക്കാ. ഇത് ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയുടെ വാക്കാ. ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടുന്ന വിശുദ്ധമായ ഖുർആന്റെ വാക്കാ. എന്താണെന്നറിയോ? വ്യക്തമായി അല്ലാഹു അല്പം കൂടി വ്യക്തത വരുത്തുകയാ. ഫഇന്ന സാബഹു ഖൈർ, അവന്റെ ഭാര്യയ്ക്ക് നല്ല ജോലിയായി, അവന്റെ കച്ചവടം നല്ല ലാഭകരമാണ്, അവന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ചയാണ്. അങ്ങനെയൊക്കെ അല്ലാഹു നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഇത്മഅന്ന ബിഹി, അവനതിൽ കൃതാർത്ഥനാണ്. വഇന്ന സാബതുഹു ഫിത്ന, അവന്റെ ഏതെങ്കിലും ഒരു നാശം അവന്റെ ജീവിതത്തിൽ വന്നുപോയാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ, മാനസികമായ വ്യഥകൾ അവനെ നേരിടുമ്പോൾ, ശാരീരികമായ ദുർബലതകൾ അവനെ നേരിടുമ്പോൾ, അവന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇൻഖലബ അലാ വജ്ഹിഹി, അവനതാ ആകെ മൂഡോഫാ, അവൻ ആകെ തളർന്നു പോയിരിക്കുകയാ. ഒന്നിനും അവനൊരു ഉഷാറില്ല. അവന് പറയും, എന്നോട് മാത്രം റബ്ബ് എന്തേ ഇങ്ങനെ ചെയ്തത്? അല്ലാഹു എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഈ ഒരു ചിന്തയിൽ ഇബാദത്തെടുക്കുന്നവര് കിട്ടുമ്പോ നല്ല നിലയിലും കിട്ടാതിരിക്കുമ്പോൾ വേറെ രീതിയിലും, എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ചാടുന്നവനാണ്. അവന്റെ ചാട്ടം എപ്പോഴാ വാട്ടമാകുന്നത്? അവന്റെ നേട്ടം എപ്പോഴാ കോട്ടമാകുന്നത്? അവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴാണ്. ആ സമയത്ത് അവൻ അല്ലാഹുവിനോ വിളിക്കുന്നില്ല, അവന് പ്രവാചകനെ സ്വലാത്ത് ചെല്ലുന്നില്ല, അവന് യാതൊരു മതബോധത്തോടെ ജീവിക്കുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യനുണ്ടല്ലോ, അല്ലാഹ് പറയുകയാണ്, അവന് വ്യക്തമായ വഴികേടിലാണ്, നഷ്ടവാളിയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കോലത്തിലാകണമെന്നറിയോ? ഏത് കോലത്തിലാ നമ്മളാകേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഅ്മിനായ ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ മുഅ്മിനായ മനുഷ്യന്റെ പരീക്ഷണങ്ങളെ എങ്ങനെയാണ് അവനെ നേരിടുന്നതെന്നറിയോ? കൽഖാമത്തി, വയലേലകളിലെ നെൽപ്പാടങ്ങൾ പോലെയാ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സസ്യത്തിന്റെ ആദ്യ തണ്ട് പോലെയാ. കണ്ടിട്ടില്ലേ നെൽപ്പാടങ്ങൾ? ഒരു വലിയ കാറ്റടിച്ചപ്പോൾ നെൽക്കതിരുകൾ മുഴുവനും ഇതാ ചാഞ്ഞ് കിടക്കുകയാ.
കാറ്റങ്ങ് പോയി കുറെ നേരം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ 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 നിവരാൻ തുടങ്ങിയിരിക്കുകയാ. ഇതുപോലെയാണ് വിശ്വാസി. പരീക്ഷണം വന്നു, വളരെ തളർന്ന അവശനായി ആശുപത്രിയിൽ പോയി ട്രിപ്പിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഉഷാറായി. ഇത്രയേ ഉള്ളൂ. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ചുമരിൽ ഒരു വാചകം എഴുത് ബീർബലെ, സന്തോഷിക്കുന്നവനെ കാണുമ്പോൾ അവന് ദുഃഖിക്കട്ടെ, ദുഃഖിതൻ കാണുമ്പോൾ അവന് സന്തോഷം വരട്ടെ. ഒരൊറ്റ വരിയെ എഴുതാൻ പാടുള്ളൂ. അക്ബർ ചക്രവർത്തിയുടെ വാക്ക് കേട്ട് ബീർബൽ ചുമരിൽ എഴുതിയത് ഈ സമയവും കടന്നു പോകുമെന്നാണ്. ദുഃഖിതൻ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ ദുഃഖം മാറുമല്ലോ, ഒരു കാലം വരാനുണ്ട്. ആഹ്ലാദത്തിൽ തിമിർപ്പിൽ നടക്കുന്ന മനുഷ്യൻ, അവന്റെ ആ ആഹ്ലാദവും സന്തോഷവും ഒരു നിമിഷം അവൻ ഒന്ന് ബ്രേക്ക് ചെയ്യും. കാരണം എന്താ? ഇപ്പൊ ചിരിച്ചാലും ഇനി ഒരു ദുഃഖം തന്നെ തേടിയെത്തുകയാണ്. സഹോദരങ്ങളെ, അതാണ് വിശ്വാസി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കാറ്റ് ഒന്നവനെ ചാച്ചിടും, പിന്നെ അടുത്ത കാറ്റ് വരുമ്പോ അവന് നേരെയാകും. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. എന്നാൽ മസലുൽ മുനാഫിഖീ, വിശ്വാസത്തിന്റെ കുറവ് കാരണം ഹൃദയത്തിലെ കാപട്യം വന്നുപോയ ആണുങ്ങൾ, ആ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? കൽ അർസതി ലാ തസാലു ഹത്താ യകൂന ഇൻജാഫുഹാ മറത്തൻ വാഹിദ. അവൻ പന പോലെയാണ്. സത്യനിഷേധികൾ പന പോലെയാണ്, പന പോലെ. കണ്ടിട്ടില്ലേ? ഇന്നും യു പിയിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്, ഇന്ത്യ ഹിന്ദു രാജ്യമായി കഴിഞ്ഞാൽ എല്ലാ പള്ളികളും മസ്ജിദുകളും മദ്രസകളും തകർക്കുമത്രേ. ഉത്തർപ്രദേശിലെ ഏറ്റവും ഔദ്യോഗികമായ പുതിയ റിപ്പോർട്ട് പറയുന്നു, ഇന്ത്യ ഹിന്ദു രാജ്യമായാൽ ആ നിമിഷം മസ്ജിദുകളും മദ്രസകളും ഞങ്ങൾ പൊളിക്കും. ബുൾഡോസർ രാജ് കൊണ്ടുവരും, JCB കൊണ്ട് പൊളിച്ചു കളയും. അവർക്ക് എല്ലാ സപ്പോർട്ടും അല്ലാഹ് ചെയ്തു കൊടുക്കുന്നു. നിസ്കരിക്കാൻ പോകുന്നവനെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് അവനെ തല്ലിക്കൊല്ലുന്നു. അവന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്തേ? യവനെ പന പോലെ അല്ലാഹ് വളർത്തും. പകയന്മാരെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? കൽ അറുസത്തി, പന പോലെയാണ് മുനാഫിഖീങ്ങൾ, സത്യനിഷേധികൾ, കുഫാറുകൾ. ഹൃദയത്തിൽ ഈമാന്റെ ഒരു 0.0% പോലും ഇല്ലാത്തവർ, അവരുടെ അവസ്ഥ പന പോലെയാണ്, കുലുങ്ങൂല. നേരത്തെ നെൽപ്പാടത്തിലെ ആ മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ ചെറിയ പ്രഥമ തണ്ട് പോലെ അവൻ വീണുപോകൂല, അവൻ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഒരു വീഴ്ചയുണ്ട് അവസാനം. ആ വീഴ്ച വീണ് കഴിഞ്ഞാൽ പിന്നെ അവന് നിവരാൻ പറ്റൂല, പിന്നെ അവന് നിവരാൻ പറ്റൂല. നമ്മളങ്ങനല്ല. കാറ്റത്ത് ഇങ്ങനെ ആടും, അടുത്ത കാറ്റത്ത് ഇങ്ങനെ ആടും, പിന്നത്തെ കാറ്റത്ത് ഇങ്ങനെ ആടും, പിന്നത്തെ കാറ്റത്ത് അങ്ങനെ ആടും. നമ്മുടെ അടിവാരം, അതിന്റെ ബേസ്, അസ്ഥിവാരം ബലിഷ്ഠമാണ്. മറിച്ച് നേരത്തെ പറഞ്ഞ, ഇപ്പൊ പറഞ്ഞ ആ സത്യനിഷേധികൾ എന്താണ്? അള്ളാന്റെ റസൂല് പറയുന്നു, ആടൂല. എത്ര കാറ്റടിച്ചാലും ആടൂല, അങ്ങനെ തന്നെ നിൽക്കും, ചങ്കൂറ്റത്തോടെ നിൽക്കും. പക്ഷെ ഒരു വീഴ്ച ഉണ്ട്. ആ വീഴ്ച വീണാൽ കടപുഴകിയാ വീഴുക, അടിവേരിളകിയാ വീഴുക, തായ്വേര് മുറിക്കപ്പെട്ടാ വീഴുക. അവന് പിന്നെ നിവരാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നോക്ക്, ഹൻസ എന്ന് പറയുന്ന ഒരു പെണ്ണ്, നിങ്ങളെപ്പോലെ ശരീരം, നിങ്ങളെപ്പോലെ മജ്ജ, നിങ്ങളെപ്പോലെ ചുടുനിണം സിരകളിലൂടെ ഒഴുകുന്നു, നിങ്ങളെപ്പോലെ വിചാരങ്ങൾ, നിങ്ങളെപ്പോലെ രക്തവും അതുപോലെ തന്നെ നീരുമുള്ള ഹൻസ എന്ന് പറയുന്ന ഒരു വനിത. അവരുടെ ഉമ്മയെ വാപ്പ വേറൊരു കല്യാണം കഴിച്ചതിൽ ഒരു മകനുണ്ടായി, പേര് സക്കർ എന്നാണ്. ആ സക്കർ എന്ന് പറയുന്ന വാപ്പയിലൂടെ ഉള്ള സഹോദരൻ തന്റെ കളിക്കൂട്ടുകാരനാണ്. ബാലികയായിരിക്കുമ്പോൾ ബാലനായ സക്കറോടൊത്ത് സന്തോഷത്തോടെ കളിച്ചുല്ലസിച്ച് നടന്നു. പക്ഷേ സക്കർ രോഗം പിടിപെട്ടു മരിച്ചു. ഹൻസാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹൻസ എന്ന് പറയുന്ന ആ ബാലിക ഭ്രാന്തിയായി മുടിയെല്ലാം അഴിച്ചിട്ട് കൗമാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹൻസ എന്നും കണ്ണുനീരാണ്, ഒരു ഉറക്കമില്ല, ഊണില്ല.
മെലിഞ്ഞുണങ്ങി മുടിവാരി പിരിത്തിട്ട് കരഞ്ഞ് കവിതകൾ എഴുതി തന്റെ സഖർ എന്ന സഹോദരനു വേണ്ടിയിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അവസാനം യുവതിയായിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി അറിഞ്ഞു. ഹൃദയത്തിൽ ഈമാന്റെ ഹിദായത്തിന്റെ നൂറ് പ്രവേശിച്ചു. അവര് മുസ്ലിമത്തായി. ആ സമയത്ത് അവര് വിവാഹിതയായി. 4 ആൺമക്കളെ അള്ളാഹു കൊടുത്തു. ആ പ്രിയപ്പെട്ട ഹൻസാ ബീവി 4 മക്കളെ നന്നായിട്ട് വളർത്തി. ഭർത്താവ് ഇല്ല, മരണപ്പെട്ടു പോയി. ആ ഹൻസാ ബീവിയുടെ 4 മക്കൾ യുവാക്കളായി. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ 4 ആൺമക്കളോടും ഉമ്മ ഹൻസ പറയുകയാണ്, പൊന്നുമക്കളെ, നിങ്ങൾ നന്നായിട്ടൊന്ന് കുളിച്ചു വരുവോ? ആ 4 മക്കളും പോയി കുളിക്കുകയാ. കുളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, പൊന്നുമക്കളെ, ഇത് മയ്യത്ത് കുളിയാണ് കേട്ടോ. ആ മക്കള് കുളിച്ചു വന്നു. എന്നിട്ട് ഉമ്മ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളത്തുണി കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഇത് ഉടുക്കണം. നിങ്ങളുടെ കഫൻ പുടവയാണ്. നിങ്ങളുടെ കഫൻ പുടവയാണ്. മരിച്ചാൽ നിങ്ങൾ ഇതിലൂടെ ഈ വസ്ത്രത്തോടെയാ നിങ്ങൾ അടക്കേണ്ടത്. എന്നിട്ട് നല്ല അപ്രഭൂഷി കൊടുത്തു ഉമ്മ. എന്നിട്ട് പൊന്നുമക്കളോട് പറയുന്നു, പൊന്നാര മക്കളെ, ഞാൻ നിങ്ങളുടെ വാപ്പയെ ചരിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടിട്ടും ഞാൻ മറ്റൊരുത്തന് വിരിപ്പ് വിരിച്ചിട്ടില്ല. നിങ്ങൾ 4 പേരും ഒരു വാപ്പാന്റെ മക്കളാ. പൊന്നുമക്കളെ, നിങ്ങൾ ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ നേർച്ചയാക്കിയിരിക്കുകയാ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ മടങ്ങി വരല്ലേ. ആ 4 മക്കള് ഖാദിസിയ യുദ്ധത്തിന് രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹൻസാ ബീവി നിന്നുകൊണ്ട് ദുആരക്കുകയാണ്, യാ അല്ലാഹ്, ഒരു പെണ്ണായ എനിക്ക് തരാനൊന്നുമില്ല റബ്ബേ. നിന്റെ വിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാട്ടം നടക്കുകയാണല്ലോ. ഈ പാവപ്പെട്ട ഹൻസാക്ക് തരാനുള്ളത് എന്റെ പൊന്നോമന 4 മക്കളാണ് റബ്ബേ. ഇതാ ഞാൻ നിനക്ക് തന്നിരിക്കുകയാ. എന്റെ 4 മക്കളെയും നീ രക്തസാക്ഷികളാക്ക് റബ്ബേ. ആ പ്രിയപ്പെട്ട ഉമ്മ മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു ദ്വാരക്കുകയാ. ആരോ വന്നിട്ട് പറയുകയാണ്, യുദ്ധം കൊടുമ്പിരി കൊണ്ട് വാളിന്റെ ചിൽച്ചിൽ ശബ്ദം കേട്ടു. ആ സമയത്ത് പലരുടെയും നിലവിളി കേൾക്കുന്നുണ്ട്, തക്ബീർ ധ്വനികൾ കേൾക്കുന്നുണ്ട്. ഒരാള് വന്നിട്ട് പറഞ്ഞു, ഹൻസാ, നിന്റെ 4 മക്കളും ഷഹീദായി. ആ ഉമ്മ എഴുന്നേറ്റ് പറഞ്ഞതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, 1930 നോബൽ നേടിയ അലക്സാണ്ടർ ബെക്കിന്റെ കളക്ഷനിൽ ഈ കത്ത് കണ്ടെടുക്കുകയുണ്ടായി. എന്നാൽ ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്താം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുസ്തഫ സബായി. ആ മുസ്തഫ സബായി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മുസ്തഫ സബായി എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതന് ക്ഷയരോഗം പിടിപെട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിന് കത്തെഴുതുകയാ. എന്താ കത്തിന്റെ ഉള്ളടക്കമെന്നറിയോ? യാ അഖി, എന്റെ സഹോദരാ, എനിക്ക് ക്ഷയരോഗം പിടിപെട്ടിരിക്കുകയാ. എനിക്ക് രോഗം പിടിപെട്ടു. എനിക്ക് ഒരു വശം മുഴുവനും തളർന്നിരിക്കുകയാ. പക്ഷേ 2 വശവും തളർത്താൻ കഴിവുള്ള റബ്ബ് എന്റെ ഒരു വശമല്ലേ തളർത്തിയുള്ളൂ. അൽഹംദുലില്ലാഹ്, എനിക്ക് പൊറുക്കാനും എനിക്ക് പിടിച്ചു നിൽക്കാനും ദ്വാരക്കണേ എന്ന് മുസ്തഫ സബായി കത്തെഴുതുകയാ. ആ ക്ഷയരോഗം പിടിപെട്ട് ഒരു ഭാഗം തളർന്ന് കിടക്കുമ്പോഴാണ് മുസ്തഫ സബായി വിശ്വവിഖ്യാതമായ 4 ഗ്രന്ഥങ്ങൾ എഴുതുന്നത്. ചിന്തിക്കണേ, എന്താ സഖാവ് സ്റ്റാലിനിൽ, സഖാവ് ലെനിനിൽ ഇല്ലാത്ത ഒന്ന് മുസ്തഫ സബായിക്കുണ്ട്. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്തും വരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈമാൻ കൊണ്ട് നേരിടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ആ ഒരു പവർ കൊണ്ട് നമ്മൾ നേരിടണം. അല്ലാതെ നമ്മൾ അനുഗ്രഹങ്ങൾ വരുമ്പോ നിസ്കാരം ഒരു കുഴപ്പമില്ല, കടയിൽ നല്ല കച്ചവടമുണ്ട്, എന്തിനാന്നറിയാം? ഒരു നിമിഷം ചിന്തിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല ഒരു ഉദാഹരണം പറയാം.
അടുത്തൊരു പള്ളിയുണ്ട്, നല്ല ഇമാമാണ്, നല്ല ഒരു മനുഷ്യനാണ്, ആളുകൾക്കൊക്കെ നല്ല സംതൃപ്തനാണ്, ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ദ്വാരക്കം പറയാറുണ്ട്. അങ്ങനെ നല്ലൊരു സ്വാലിഹായ ഒരു പണ്ഡിതൻ. ഇയാൾക്ക് നല്ല കച്ചവടമാണ്, നല്ല പൊടി പൊടിച്ച കച്ചവടം. ഇയാള് ഖളാ നിസ്കാര സമയത്ത് വരില്ല, കാരണം കച്ചവടം നടക്കാൻ കടയിൽ വരില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ സമയത്ത് വരില്ല. അയാൾ കടയൊക്കെ അടച്ച് ആളുകളൊക്കെ പോയിട്ടൊക്കെ പള്ളിയിൽ വരാറുള്ളൂ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, നല്ല കച്ചവടമുണ്ട്, റാഹത്താണ്, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നു. അപ്പൊ അള്ളാഹു ഇയാൾക്ക് കച്ചവടം അങ്ങ് മുടക്കി. കച്ചവടം ഇപ്പൊ പഴയതുപോലെ നടക്കുന്നില്ല. കച്ചവടം നടക്കാതെ വന്നപ്പോ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആകെ പ്രശ്നമാ, ദാരിദ്ര്യം വല്ലാത്ത കഷ്ടപ്പാടാണ്. ഉസ്താദ് പറയും, ഒരു കാര്യം ചെയ്യും, ദിവസവും മുടങ്ങാതെ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാഖിഅ ഓതിക്കോ. ദാരിദ്ര്യം ലം തുസിബുഹു ഫാഖത്തുൻ അബദ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദ. എല്ലാ രാത്രിയും സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം എന്തെന്ന് അനുഭവിക്കില്ല. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നീ വാഖിഅ ഓതിക്കോ, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. എന്തിനാ അല്ലാഹു ആ മനുഷ്യന് കച്ചവടം മുടക്കിയത്? അല്ലാഹുവിലേക്ക് സൂറത്തുൽ വാഖിഅ ഓതി അടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ റബ്ബിന് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. മക്കളുടെ അടുത്ത് മക്കള് വാപ്പാട്ട പറയാ, വാപ്പ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരണേ. വാപ്പ റോട്ടി ഇറങ്ങി 5 രൂപയുടെ ഒരു മഞ്ച് വാങ്ങി പോക്കറ്റ് ഇട്ടു. വീട്ടിൽ ചെന്ന് മോൾ അവിടെ ഇരിപ്പുണ്ട്, മോൻ അവിടെ ഇരിപ്പുണ്ട്, കൊച്ചുകുട്ടിയാ. വാപ്പ വാങ്ങിയോ? വാപ്പ പറയും വാങ്ങിയില്ല. അവള് കിണുങ്ങാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. വാപ്പ പറയും വാങ്ങിയില്ല. അവള് വീണ്ടും കരയും. വാപ്പച്ച് പിന്നെ വാങ്ങിത്തരാം. അവള് പിണക്കമായി കിടന്ന നിലത്ത് ഉരുളും, ബഹളം വയ്ക്കും, കയ്യിൽ കിട്ടുന്നതൊക്കെ വാരി എറിയും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓടിച്ചെന്ന് അവളെ വാരിക്കോരി എടുത്തിട്ട് അവളെ ചുണ്ടിൽ നമ്മൾ മുത്തം കൊടുത്തിട്ട്, അവന്റെ ചുണ്ടിൽ നമ്മൾ മുത്തം കൊടുത്തിട്ട് നമ്മൾ അവനോട് പറയുന്നത് എന്താ? വാപ്പച്ചി വാങ്ങി എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. എന്തിനാണ് ഇത്രയും നേരം നമ്മൾ അവനെ കരയിപ്പിച്ചത്? അവസാനം ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ചിരിയുണ്ടല്ലോ, അവന് കൂടുതൽ കരഞ്ഞിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മളെ എടുത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് തരുന്ന തുരുതുരയുള്ള ചുംബന ഉണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പ്രിയപ്പെട്ട മകനെ മകളെ നമ്മൾ ഒരു സാധനം കൊടുക്കാതെ കരയിപ്പിക്കുന്നത്. ഇത്ര തന്നെ റബ്ബ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അല്ലാഹു ക്രൂരനൊന്നും അല്ല. അള്ളാഹു വലിയ ക്രൂരത കാണിക്കുന്നവനൊന്നുമല്ല. അള്ളാഹു ഒരു ബുദ്ധിമുട്ട് തരും. നമ്മൾ 10 ഉസ്താദ് പറയുന്ന കേട്ട് നമ്മൾ യാസീൻ ഓതും 11 ദിവസം. അപ്പോൾ ഉസ്താദ് പറയും, ഉസ്താദിന്റെ അടുത്ത് വീണ്ടും പരീക്ഷണം കുറഞ്ഞില്ല ഉസ്താദെ, വല്ലാത്ത ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, 1,00,000 സ്വലാത്ത് നേർച്ചയാക്കി ചെല്ലിക്കോ. അത് ചൊല്ലും, അപ്പോഴും മാറുന്നില്ല. അവൻ പറയും 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, മാറുന്നില്ല. ഒരു ഖത്തം ഓതിക്കോ. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് അവനെ കൊണ്ട്. കാരണം എന്താ? അത്രയും യവൻ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവനിലേക്ക് അടുത്തോളേ, ഇല്ലെങ്കിൽ അവൻ അടുപ്പിക്കും. അതിൽ ഒരു സംശയവും വേണ്ട, അവൻ അടുപ്പിക്കും. അതുകൊണ്ട് കച്ചവടം നടക്കുമ്പോ കൃത്യമായി യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅയുടെ ബാങ്ക് കേട്ടാൽ അത് ആ ജുമുഅ ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് ഇറക്കപ്പെട്ട അധ്യായമായതുകൊണ്ടാണ് ഏത് ബാക്ക് വിളിച്ചാലും എന്താ ചെയ്യേണ്ടത്? ഫസ്ഔ ഇലാ ദിക്രില്ലാ, പെട്ടെന്ന് പള്ളി പോവദറുൽ ബൈ, കടയടക്കി. ഫൈദാ ഖുളിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫംബശിറു ഫിൽ അർളി, പെട്ടെന്ന് കടയിലേക്ക് പൊയ്ക്കോ. വബ്തഗൂ മിൻ ഫളില്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ തന്ന വിഭവങ്ങൾ നീ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കോ. എത്ര സ്പഷ്ടമാണ് വിശുദ്ധ ഖുർആൻ, എത്ര വ്യക്തമാണ്. ഇല്ലെങ്കിൽ അവൻ പണി തരും, നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും തരുമ്പോൾ മാത്രമേ ഇബാദത്ത്, എന്തെങ്കിലും പരീക്ഷണം തന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയുള്ളവൻ ദാലികഹുൽ ഖുസ്റാനുൽ മുബീൻ, അവൻ ശക്തമായ നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.